ചാരുട്ടാ നമ്മുടെ ഓണാവാറല്ലേ? മാവേലി തമ്പുരാൻ വരും. ആരാന്നറിയാം മാവേലി തമ്പുരാൻ? മാവേലി ആരാ? ചക്രവർത്തിയാ? ചക്രവർത്തിയല്ല, ചക്രവർത്തി. ചക്രവർത്തി അല്ല കേട്ടാ. പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് മാവേലി തമ്പുരാനാ, അറിയാം നിനക്ക്? അപ്പൊ അന്നേരം നാടിനെന്നെ വിളിച്ചെന്നറിയാ? മാവേലി നാട്. അന്നേരം എല്ലാരും മുഖത്തോടെ വസിക്കും കാലം ഒട്ടുമില്ലതാനും അന്നേരം നമ്മളെ നാടിനെ മാവേലി നാട് എന്നാ വിളിച്ചിരുന്നേ. ഓക്കെ, മാവേലി നാട് അങ്ങനെ വിളിച്ചിരുന്നേ. അന്നേരം എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും ആർക്കും അസുഖമൊന്നുമില്ല, എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവർക്കും ഭക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ മാവേലി തമ്പുരാന് ഭയങ്കര പേരായി നാട്ടില്. അങ്ങനെ അറിയാലോ കഥ. അറിയാം, അച്ഛൻ പറഞ്ഞ പണ്ട് പണ്ട് ഒരു ഗ്രാമത്തില് ഒരു ആറ് നമ്മുടെ നാട് മരിച്ചൊരാറുണ്ട്. മരിച്ചതല്ല, ഭരിച്ചത്. ആരാ? ചക്രവർത്തിനും പറയും, രാജാവും പറയും, പിന്നെ മാവേലിയും പറയും. മാവേലി തമ്പുരാൻ. പുള്ളിയായിരുന്നു ഫുള്ള് കൺട്രോൾ ചെയ്തിരുന്നത്. എന്നിട്ട് എല്ലാവർക്കും മാവേലിന്റെ എല്ലാവരും സത്യം മാത്രമേ പറയൂ, കണ്ണൊന്നും പറയൂല. അപ്പൊ അത് ഓണം മാസമായിരുന്നു. ദേവന്മാർക്ക് ഈ നല്ലത് പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല. ദേവന്മാർക്ക് നല്ലത് പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ദേവന്മാര് മഹാവിഷ്ണുവോട് പോയി പറഞ്ഞു, കമ്പയിന് പറഞ്ഞു. എന്നിട്ട് മഹാവിഷ്ണു അവതാരം എടുത്താ. എന്നിട്ടോ മാമൻ അവതാരം. മാമനല്ലടാ, വാമന അവതാരം. എടുത്തു. പിന്നെ എന്നിട്ട് ഒരു ദിവസം ഈ മാമന് ഈ മഹാബലിന്റെ അടുത്തെത്തി. ഇപ്പൊ വേഷന്മാരിട്ടാ വന്നെ. ഇനി വേഷന്മാര് മാവിന്റെ അടുത്ത് ചെന്നു. എന്റെ വേഷന്മാരൻ ചോദിച്ചു, കുറച്ച് സ്ഥലം തരുമെന്ന് ചോദിച്ചു. അപ്പൊ മാവേലി തരാലോ. മാവേലി നല്ല മനുഷ്യനല്ലേ? സത്യസന്ധന മാവേലി. സ്ഥലം തരാന്ന് പറഞ്ഞ 3 പിടി സ്ഥലം 3 അടി സ്ഥലം തരുന്നു പറഞ്ഞു. ആര്? വാമനനോ? പറഞ്ഞപ്പോൾ ഈ മഹാബലി പറഞ്ഞു, ഓക്കെ തരാലോ, അതിനെന്റെ കുഴപ്പമെന്ന് പറഞ്ഞു. അപ്പൊ മാമയെ ഫ്രണ്ടിലായിട്ട് ആകാശത്തും വരെ കൊട്ടി വെറുതായി സ്ഥലം തരാൻ പറഞ്ഞു. മാവേലി ചോദിച്ചു, എവിടെയായ സ്ഥലം വേണ്ടേ? ആരെയും കാട് വെച്ചിട്ട് ഫുണ്ടായി. പിന്നെ മറ്റാമത്തെ കാട് വെച്ചപ്പോ ആകാശിന്റെ വരെയായി. ആകാശം ഫുള്ളായി. ഇപ്പൊ 3ാമത് കാട് വെക്കാൻ പറഞ്ഞപ്പോ സറിയില്ല. എന്നാ മഹാബലി പറഞ്ഞു, എന്റെ തലയെ ചവിട്ടിക്കൊന്നു. അന്നേരം പിന്നെ ഈ വാമൻ തലയിൽ ചവിട്ടി. ഈ വാമൻ ചോദിച്ചു, മഹാബലി എന്നിങ്ങനെ ആഗ്രഹമുണ്ടോ ചോദിച്ചു. അതുകൊണ്ട് മാവേലി പറഞ്ഞു,
എനിക്ക് എന്റെ ജനങ്ങളെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ വിഷ്ണുദേവൻ വരം കൊടുത്തു. വിഷ്ണുദേവൻ പറഞ്ഞു മഹാബലിക്ക് ഒറ്റ ദിവസം നമ്മൾ ഭൂമിയിലേക്ക് തിരിച്ചു വരാം, പിന്നെ വീണ്ടും തിരിച്ചു പോയിക്കോ. അപ്പൊ ആ ദിവസമാണ് നമ്മുടെ ഓണം ആഘോഷിക്കുന്നത്. പിന്നെ എല്ലാ കുട്ടികളും മാവേലി വരുന്ന കാട്ടിരുന്നിട്ട് നമ്മള് ഫുള്ള് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം. അത് ശരിയാ. മാവേലി വന്നിട്ട് ചെക്ക് ചെയ്യും. മാവേലി വന്നിട്ട് നമ്മുടെ വയറ് ചെക്ക് ചെയ്യും. നമ്മുടെ വയറ് ഫുഡ് മുഴുവൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ മാവേലിക്ക് സന്തോഷാവൂല. കഴിച്ചെങ്കിലേ സന്തോഷാവൂല. എന്നിട്ടേ മാവേലി പോവുള്ളൂ. എന്റെ മാവേലി പോവും സന്തോഷായിട്ട്. അപ്പൊ എല്ലാരും എന്റെ കൂട്ടുകാരന്റെ ഓണത്തിന് സദ്യ കഴിക്കണേ.